ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ തിരുവഞ്ചൂർ ആർച്ച് മാർ ജോസഫ് പൗവത്തിനെ ഒരു തരത്തിലും നമുക്ക് ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ കോട്ടയം സ്വദേശികൾക്ക് നമുക്ക് മറക്കാനാവില്ല. അല്ലെങ്കിൽ കേരളത്തിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു തരത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളെ പോലും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ സ്വാധീനിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാനാവും. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കൾ സ്മരിക്കുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോസിറ്റീവായി ചിന്തിച്ച ഒരു വലിയ പിതാവായിരുന്നു പൗവത്തി പിതാവ്. പൗവത്തി പിതാവിന് ഉള്ള വ്യക്തിബന്ധങ്ങൾ ചെറുതല്ല. ഈ സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പിതാവായിരുന്നു പൗവത്തി പിതാവ്. എനിക്ക് അദ്ദേഹവുമായിട്ട് അതിദീർഘകാലത്തെ പരിചയങ്ങളുണ്ട്. അതിനോട് ഇടയ്ക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവിക ചിന്തയുടെ കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു പൗവത്തി പിതാവ്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന കാര്യത്തിൽ, അതിന്റെ സ്വതന്ത്രമായ ഒരു ഇടപെടൽ നിലനിർത്തി പോകുന്ന കാര്യത്തിൽ, പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ, കുട്ടനാട് കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിൽ ഒക്കെ പൗവത്തി പിതാവ് കാണിച്ചിട്ടുള്ള നടപടികൾ തികച്ചും മാതൃകാപരമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പിതാവാണ് പൗവത്തി പിതാവ് എന്നാണ് എന്റെ വിലയിരുത്തൽ. അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ വലിയ കാര്യങ്ങൾ ഒരിക്കലും കേരള ജനതയ്ക്ക് മറക്കാൻ കഴിയില്ല. രാഷ്ട്രീയ നേതൃത്വവുമായി ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായം വ്യക്തമായി ഭരണകൂടങ്ങളെ, ഭരണ നേതൃത്വങ്ങളെയൊക്കെ അറിയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, ഇംഗിതം, അതെങ്ങനെയായിരുന്നു ശ്രീ രാധാകൃഷ്ണൻ? യഥാർത്ഥത്തില് അദ്ദേഹം ആദർശധീരനായ ഒരു പിതാവായിരുന്നു. എല്ലാ കാര്യങ്ങളും സൗമ്യമായ രൂപത്തിലും ഭാഷയിലുമാണെങ്കിലും നിഷ്കർഷമായ സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ അറിയാമായിരുന്നു. മാത്രമല്ല, ജനാധിപത്യ വിശ്വാസി എന്ന് പറഞ്ഞാൽ തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയായിരുന്നു പൗവത്തി പിതാവ്. പൗവത്തി പിതാവ് ജനാധിപത്യപരമായി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിതാവെന്നുള്ള സ്ഥാനത്ത് മാത്രമല്ല, ഒരു ഗുരുനാഥൻ എന്നുള്ള രൂപത്തിലും ഒരു മാർഗദർശി എന്നുള്ള നിലയിലും ഒരു തലമുറയ്ക്ക് മുമ്പിൽ വലിയ വെളിച്ചം വീശിയിട്ടുള്ള വ്യക്തിയായി ഞാൻ കാണുകയാണ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.